റംസാൻ സജീവമായതോടെ ജില്ലയിൽ ഫ്രൂട്ട്സ് വിപണിയും സജീവമാകുന്നു. നോമ്പുതുറയുടെ പ്രധാന ആകർഷകമായ തണ്ണിമത്തൻ തന്നെയാണ് ഇത്തവണയും വിപണിയിലെ താരം. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമായി ടൺ കണക്കിന് തണ്ണിമത്തനാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ജില്ലയിലേക്ക് എത്തിയത്. കേരളത്തിൽ പലയിടത്തും ഇത്തവണ തണ്ണിമത്തൻ കൃഷി ഇറക്കിയിട്ടുണ്ടെങ്കിലും മലയാളിക്ക് മനം നിറയാൻ പുറത്തുനിന്നെത്തുന്ന തണ്ണിമത്തൻ തന്നെ വേണം. പതിവിൽ നിന്ന് വ്യത്യസ്തമായി തണ്ണിമത്തന് ഇത്തവണ വില അല്പം കൂടുതലാണെന്ന് കച്ചവടക്കാർ പറയുന്നു. 18 മുതൽ 20 വരെ വിലയുണ്ടായിരുന്ന തണ്ണിമത്തൻ ഇത്തവണ 25 മുതൽ 30 വരെയാണ് വിൽപ്പന. വ്യത്യസ്ത ഇനം തണ്ണിമത്തനും വിപണിയിൽ സജീവമാണ്. നാംദാരി, കിരൺ, വിശാൽ, യെല്ലോ, മൃദുല തുടങ്ങിയ ഐറ്റങ്ങൾ ഉണ്ടെങ്കിലും നാംദാരി തണ്ണിമത്തനാണ് ആവശ്യക്കാരേറെ. ജില്ലയിൽ വിവിധ കൂട്ടായ്മകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന നോമ്പുതുറകൾ കൂടി സജീവമാകുന്നതോടെ തണ്ണിമത്തൻ വിപണി കൂടുതൽ സജീവമാകും. റംസാൻ വിപണി മുന്നിൽ കണ്ട് തണ്ണിമത്തന് മാത്രമായി പ്രത്യേക സ്റ്റാളുകളും വിപണന കേന്ദ്രങ്ങളും കച്ചവടക്കാർ ഒരുക്കിയിട്ടുണ്ട്. സീസൺ ആയതോടെ മിക്കയിനം ഫ്രൂട്ട്സുകൾക്കും വില കയറിയതായി കച്ചവടക്കാർ പറഞ്ഞു. 40 രൂപയുണ്ടായിരുന്ന പൈനാപ്പിൾ വില കയറി 90 മുതൽ 100 രൂപ വരെ എത്തി. സീസൺ ആവാത്തതുകൊണ്ട് തന്നെ മാങ്ങയുടെ വില 150 രൂപയ്ക്ക് മുകളിലാണ് വിൽപ്പന. ഇറാൻ, USA, പോളണ്ട് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന ആപ്പിളാണ് വിപണിയിലുള്ളത്. 200 മുതൽ 300 വരെയാണ് ആപ്പിളിന്റെ ചില്ലറ വിൽപ്പന. മുന്തിരിയും ഓറഞ്ചും മൂസമ്പിയും ഇത്തവണ വിലയിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടില്ലെന്നും കച്ചവടക്കാർ പറഞ്ഞു.